ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ ചിക്കൻ കറിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാടൻ ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ളത്. 3 സവാള, 2 തക്കാളി, പിന്നെ 2 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഒരു സവാള അതിൻ്റെ കൂടെ ചതയ്ക്കാനായിട്ട്, പിന്നെ കറിവേപ്പില, മല്ലിയില, പിന്നെ 2 പൊട്ടറ്റോ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഒരു സവോള, ഇതെല്ലാം കൂടി ചതച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവോളയും തക്കാളിയും ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇത് സവോളയും തക്കാളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം പാൻ ചൂടായതിന് ശേഷം ഓയിൽ ഒഴിച്ചു കൊടുത്ത് സവാള ഇട്ട് കൊടുക്കാം. സവാള നന്നായി വഴറ്റിയെടുക്കണം. സവാള നന്നായി വഴണ്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നന്നായി വഴറ്റിയ ശേഷം നമുക്ക് ഇതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ചിക്കൻ മസാല. മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയ ശേഷം നമുക്ക് കഴുകി വെച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കുറച്ച് നേരം അടച്ച് വേവിക്കാം. നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ കറി. നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ച്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.